വെൽക്കം ടു ഷെലിൻസ് കിച്ചൺ ആർട്ട്. ഒരു നാടൻ ഞണ്ട് റോസ്റ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കാണുക, വിലയിരുത്തുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞണ്ട് റോസ്റ്റിന് ആവശ്യമുള്ള മെയിൻ ചേരുവകൾ: 2 കിലോ ഞണ്ട്, തക്കാളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഉള്ളി, ഉണക്കമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഞണ്ട് അടുപ്പിലേക്ക് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് 1 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ മഞ്ഞളും ഇടുന്നു. ഞണ്ട് ഇപ്പം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അത് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം ഊറ്റിവെച്ച ഞണ്ടിന്റെ കാലുകൾ പൊട്ടിച്ച് മീറ്റെടുക്കാം. ചൂടായ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 10 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതും ഇടുകയാണ്. ഇപ്പം നല്ലതായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് ഇടുകയാണ്. സവാള മൊരിഞ്ഞു കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നു. നേരത്തെ ഞണ്ട് വേവിക്കാൻ ഉപ്പിട്ടിരിക്കുന്നത് കൊണ്ട് കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. സവാള ഇപ്പം നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 4 കീറിയ പച്ചമുളകും കുറച്ച് വേപ്പിലയും ആഡ് ചെയ്യുന്നു. അതിലേക്ക് 2 ചെറുതായി അരിഞ്ഞ തക്കാളിയും ആഡ് ചെയ്യുന്നു. ഇനി അത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ചെടുക്കാം. തക്കാളി ഇപ്പം നന്നായി സോട്ടായിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുകയാണ്. അതിൽ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ സാധാരണ മുളക് പൊടിയാണ്. മുളക് പൊടി നന്നായി സോട്ടാവുമ്പോൾ അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. നന്നായി സോട്ടായി വന്നപ്പോൾ 1 സ്പൂൺ പെപ്പർ പൗഡറും ആഡ് ചെയ്യുകയാണ്. ഇത് വളരെ സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി എരിവ് അധികം ആവശ്യമില്ലാത്തവർക്ക് മുളകിന്റെ അളവ് കുറയ്ക്കാം. 1/2 സ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് സോട്ട് ചെയ്യാം. മസാല ഇപ്പം നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ക്ലീൻ ചെയ്ത് വേവിച്ച് വെച്ച ഞണ്ട് ചേർക്കാം. ഇപ്പം ഞണ്ട് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ കൂടി നമുക്ക് ഗരം മസാല ചേർക്കാം. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അത് നന്നായി ചൂടായി വരുമ്പോൾ 10 അല്ലി ഉള്ളിയും 4 വറ്റൽ മുളകും വേപ്പിലയും കൂടി ആഡ് ചെയ്യാണ്. ഇപ്പൊ ഉള്ളി മുളകൊക്കെ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞണ്ട് ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരു റോസ്റ്റ് പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്, അധികം ഗ്രേവി ഇല്ലാതെ. ഞണ്ട് വേവിച്ച് അതിന്റെ കാലിന്റെ മീറ്റൊക്കെ പൊട്ടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കും പ്രായമായവർക്കും വളരെ എളുപ്പത്തിൽ കഴിക്കാം. ഇപ്പോൾ രുചികരമായ ഞണ്ട് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.